ഫ്രണ്ട്സ്, ICMR മറ്റൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ICMR എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആണ്. അതിന് കീഴിലുള്ള നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇതിലേക്ക് ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പെർമനന്റ് വേക്കൻസിയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ SSLC മുതൽ നിങ്ങൾക്ക് IT, അതുപോലെ മറ്റു ഡിപ്ലോമ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഒക്കെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം വിശദമാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ ചാനലിൽ കയറിയ ലേറ്റസ്റ്റ് ആയി ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഒരു വെബ്സൈറ്റ് തന്നെ ഉണ്ട്, GOCL Ejuland എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു വെബ്സൈറ്റ് ഈ അടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് എങ്ങനെ ആയിരിക്കും, നിങ്ങളുടെ മൊബൈൽ വ്യൂ ആണെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, നിങ്ങൾക്ക് മെനു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ എജു ന്യൂസ് എന്നിട്ട് പുതിയൊരു കാര്യമാണ് നമ്മുടെ എഡ്യൂക്കേഷനിലായുള്ള കാര്യങ്ങൾ. ഇപ്പം നമുക്ക് ഈ പറയുന്ന SIFNETൻ്റെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നോക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസി ടൂൾസിൽ നമുക്ക് ഏജ് കാൽക്കുലേറ്ററും അതുപോലെ ഈ പറയുന്ന SSLCയുടെ പെർസെൻറ്റേജ് കാണാനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് GOCL Ejuland ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നമുക്ക് ഈ വെബ്സൈറ്റിൽ കയറാവുന്നതാണ് കേട്ടോ. ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മൾ പോകുന്നത് നോട്ടിഫിക്കേഷനിലേക്കാണ്, ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്കൂടെ കാണാം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 22/5/2024 ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകളും കൂടെ കാണാം. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്കും അത് പേ ലെവലൊക്കെ 6 ആണ് വരുന്നത്. ടെക്നീഷ്യൻ ഗ്രൂപ്പ് സി പേ ലെവൽ 2 ആണ്. ദെൻ ആൻഡ് ലബോറട്ടറി അറ്റൻഡൻറ്റ് ഗ്രൂപ്പ് സി പേ ലെവൽ 1 ഇങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. 3 കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വേക്കൻസി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് തന്നെ ആദ്യം തന്നെ പറയാം. ഓപ്പണിംഗ് ഡേറ്റ്, ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് മെയ് 23, അതായത് 23/5/2024. ക്ലോസിംഗ് ഡേറ്റ് 16/6/2024. ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ്, ഇതിലേക്ക് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് ജൂൺ ജൂലൈയിൽ അവൈലബിൾ ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ജൂലൈയിലായിരിക്കാനാണ് സാധ്യത കേട്ടോ. അപ്പോൾ ഏകദേശം ഡേറ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സിലബസ് കാര്യങ്ങൾ, അതിൻ്റെ സ്കീം കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റ് വൈസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നോക്കാം. ഇതിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇതിൻ്റെ പോസ്റ്റ് കോഡ് TA1 എന്നാണ് വരുന്നത് കേട്ടോ. ഗ്രൂപ്പ് ബി ആണ്. ഇതിലേക്ക് 30 വയസ്സ് കഴിയാൻ പാടില്ല. 18 to 30 ഏജ് ലിമിറ്റ് പറയുന്നത്. അപ്പോൾ ഏജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പലരും നമ്മുടെ കമൻറ്റിൽ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ടൂൾ വികസിപ്പിച്ചെടുത്തത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഇതാ ഈസി ടൂൾസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് നമുക്ക് 2 ടൂളാണ് ഇപ്പോൾ നിലവിൽ ഇതിലുള്ളത്. ഒന്ന് ഏജ് കാൽക്കുലേറ്ററും ഒന്ന് SSLCയുടെ 10th% കാൽക്കുലേറ്ററും. അപ്പോൾ ഏജ് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ കോളത്തിൽ നിങ്ങൾ കൊടുക്കാം. ഓക്കെ, ഞാൻ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും അത് ബോറിംഗ് ആയിരിക്കും. ഞങ്ങൾക്ക് സീക്ക് ചെയ്ത് പോട്ടോ. ഫസ്റ്റ് ആയിട്ട് കാണുന്നവർക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഏജ് അറ്റ് ദ ഡേറ്റ് എന്നുള്ളത് നിങ്ങൾ കൊടുക്കേണ്ടത്. നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഈ ക്ലോസിംഗ് ഡേറ്റിലേക്കാണ് ഏജ് കണക്കാക്കുന്നത്. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, ജൂൺ 16. അപ്പോൾ ജൂൺ 16 നിങ്ങൾ ഏജ് അറ്റ് ദ ഡേറ്റ് എന്ന് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ബോർഡറിലുള്ളവർക്കാണ് കൺഫ്യൂഷൻ ഉണ്ടാകുക. അപ്പം ഈ പറയുന്ന 2024 ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ജൂൺ സെലക്ട് ചെയ്യാം. ഓക്കെ, ജൂൺ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 16 സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ഏജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏജ് ഇവിടെ കാണിക്കും കേട്ടോ. അതിപ്പോൾ ഞാനിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് വെറുതെ കൊടുത്തുകൊണ്ടാണ് ഇവിടെ 10 ഇയേഴ്സ് ഒരു 1 month ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏജ് ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ഏജ് ആയെന്ന് ഇവിടെ കറക്റ്റായിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് 30 കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ള വ്യക്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയുള്ള ടൂളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ഇതിൽ തന്നെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്റ്റഡി മെറ്റീരിയൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള, അതായത് നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന എക്സാമിൻ്റെ ഒക്കെ എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിലവിലെ NBCC, JEE, അതുപോലെ RRB, ALP, ടെക്നീഷ്യൻ തുടങ്ങിയിട്ടുള്ള ISRൻ്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ ഒക്കെ ഉണ്ട്. പിന്നെ RRB, ALPയുടെ സയൻസ് ഇ ബുക്ക് ഉണ്ട്. 500+ പ്രീവിയസ് ഇയർ സയൻസ് ക്വസ്റ്റ്യൻസ് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ടെക്നീഷ്യനും ALPക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. സൊല്യൂഷൻ എടുക്കാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഇതിലുള്ള ടോട്ടൽ വേക്കൻസി നമ്മൾ നോക്കുന്നത് നമുക്ക് ഓരോ പോസ്റ്റ് വൈസ് വേക്കൻസിയാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേക്കൻസികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 3 വേക്കൻസിയാണ് ഈ പറയുന്ന ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന TA1 വിളിച്ചിരിക്കുന്നത്. EWS 2, SC 1 വേക്കൻസി വന്നിരിക്കുന്നത് കേട്ടോ. ജനറൽ ഇതിൽ വേക്കൻസി ഇല്ല. അപ്പോൾ ഇതിലേക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് 3 year ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ന്യൂട്രീഷൻ ഓർ ഫുഡ് സയൻസ് അല്ലെങ്കിൽ ഡയറ്ററ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബിരുദം ഉണ്ടായിരിക്കും, ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അടുത്ത ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 2 ആണ് പോസ്റ്റ് കോഡ് വരുന്നത്. ഗ്രൂപ്പ് ബി ആണ് ഇതും 18 to 30 ഏജ് ലിമിറ്റ് വരുന്നത്. പാമാട്രിക്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 30,400 മുതൽ 1,12,400 നല്ല പേ സ്കെയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ കാണാം 3 പോസ്റ്റാണ്. OBC 1, EWS 1, SC 1 കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് 3 year ബാച്ചിലേഴ്സ്, ജനറലിൻ്റെ ഒക്കെ വേക്കൻസി വരുന്നുണ്ട്. 3 years ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ
കെമിസ്ട്രി വിത്ത് ബയോ കെമിസ്ട്രി ആണ്. അപ്പോൾ നിങ്ങൾക്ക് കെമിസ്ട്രി വിത്ത് ബയോ കെമിസ്ട്രിയിൽ ബിരുദം ഉണ്ടായിരിക്കുക ഫസ്റ്റ് ക്ലാസ്. ഇനി അതല്ല കെമിസ്ട്രി വിത്ത് ബയോ ടെക്നോളജിയിൽ ബിരുദമുള്ളവർക്കും എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്ലാസ് ഒരു ബിരുദമുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രൂപ്പ് ബി ആണ്, 18-30 ഏജ് ലിമിറ്റ്, 2 വേക്കൻസിയാണ്, ഒ ബി സിക്കാണ് അത് വേക്കൻസി. ദെൻ ഇതിലേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് BE ഓർ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് IT-ലോ അതായത് ഇൻഫർമേഷൻ ടെക്നോളജിയിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലോ BE ഓർ BTech ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ആവുന്നതാണ്. OBCക്ക് 2 വേക്കൻസി. ഇതിനടുത്ത് നിങ്ങൾക്ക് ടെക്നീഷ്യൻ 1 ടെക് 1 ആണ് ഇതിൻ്റെ ഗ്രൂപ്പ് കോഡ് വരുന്നത്, പോസ്റ്റ് കോഡ് വരുന്നത്. ഗ്രൂപ്പ് C ആണത്. 18 to 28 ആണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ മിനിമം ഏജ് 18 മാക്സിമം 28 ആണ്. 2 വേക്കൻസി ജനറൽ ആണ്. ജനറൽ എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ SC/ST ആണെങ്കിലും OBC ആണെങ്കിലും ഇനി ഏത് പോസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് റിസർവേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ +2 സയൻസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. 55% മാർക്കോടുകൂടി +2 സയൻസ് പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഫിസിയോതെറപ്പി എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നമ്മളൊരു വർഷത്തെ ഡിപ്ലോമ, ഫിസിയോതെറപ്പിയിൽ നമ്മളൊരു ഡിപ്ലോമ ഒരു വർഷത്തെ അറ്റ്ലീസ്റ്റ് ഒരു വർഷം ഡ്യൂറേഷനിലെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ഡിപ്ലോമ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയും അപ്ലൈ ചെയ്യാം. ഇനി അതല്ല അറ്റ്ലീസ്റ്റ് ഒരു വർഷം ഡിപ്ലോമ വേണം എന്നുള്ളതാണ് കണ്ടീഷൻ കേട്ടോ. +2 സയൻസ് വിത്ത് അറ്റ്ലീസ്റ്റ് ഒരു വർഷം ഡ്യൂറേഷനുള്ള ഫിസിയോതെറപ്പിയിലുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് ടെക്നീഷ്യൻ 1 ആണ്, ഗ്രൂപ്പ് C ആണ്, 18 to 28 ഏജ് ലിമിറ്റ് വരുന്നത്. 6 പോസ്റ്റ് ഉണ്ട്. ജനറൽ 4, OBC 1, SC 1 ഇങ്ങനെയാണ് പോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് +2 സയൻസ് പാസ്സായിരിക്കുക, 55% മാർക്കോടി പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഡാറ്ററ്റിക്സിൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ ഡിപ്ലോമ മിനിമം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അടുത്ത ടെക്നീഷ്യൻ 1 തന്നെ ടെക് 3 കോഡാണ് വന്നിരിക്കുന്നത്, പോസ്റ്റ് കോഡ്. അതിൽ നമുക്ക് 18 to 28 ആണ്. 2 വേക്കൻസിയാണ്, OBCക്ക് 1, SCക്ക് 1 വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക, 55% മാർക്കോട് ഒരു സയൻസ് എടുത്ത് നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ +2 പ്ലസ് നമുക്ക് എന്താണ് MLT അല്ലെങ്കിൽ DMLT നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞവരായിരിക്കണം. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ചിലപ്പോൾ നിങ്ങൾ +2 മറ്റേതെങ്കിലും ഗ്രൂപ്പുകൾ കഴിഞ്ഞിട്ട് നിങ്ങൾ MLT കഴിഞ്ഞ് അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ പറയുന്ന മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനിൽ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ +2 പഠിച്ചിരിക്കേണ്ട സയൻസ് ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സയൻസിൽ 55% മാർക്ക് വേണം +2. അതായത് +2 നമ്മൾ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചവരായിരിക്കണം. പിന്നെ MLT അല്ലെങ്കിൽ DMLT അറ്റ്ലീസ്റ്റ് 1 ഇയർ ഡ്യൂറേഷനുള്ള MLT അല്ലെങ്കിൽ DMLT മിനിമം നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിനടുത്ത് ടെക്നീഷ്യൻ 1 ഗ്രൂപ്പ് C ആണ്, 18 to 28 ആണ്. ഇതിൻ്റെ നമുക്ക് 2 വേക്കൻസി, OBCക്കാണ് വേക്കൻസി. ഇതിൽ നിങ്ങൾക്ക് +2 സയൻസ് 55% മാർക്കോട് കൂടി പാസ്സായിരിക്കുക പ്ലസ് 1 ഇയർ ഇൻസ്ട്രുമെൻറ്റേഷനിലുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അറ്റ്ലീസ്റ്റ് 1 ഇയർ ഡ്യൂറേഷനുള്ള എന്താണ് ഇൻസ്ട്രുമെൻറ്റേഷനിൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. IT ഒക്കെ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ കേട്ടോ, 1 ഇയർ ഡ്യൂറേഷനുള്ള. ഇനി അടുത്ത് നിങ്ങൾക്ക് മിനിമം അറ്റ്ലീസ്റ്റ് 1 ഇയറിൻ്റെ മുകളിലാണെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾക്ക് ടെക്നീഷ്യനാണ്. ടെക്നീഷ്യനിൽ അടുത്ത് ടെക് 5 ആണ് നമ്മൾ പറയുന്നത്. 18 to 28 ഏജ് ലിമിറ്റ് സെയിം തന്നെയാണ്. 2 വേക്കൻസി EWSനാണ്. ഇതിൽ നിങ്ങൾക്ക് +2 സയൻസ് എടുത്ത് 55% മാർക്കോട് പാസ്സായിരിക്കുക പ്ലസ് എന്താണ് ഇലക്ട്രിക്കലിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 1 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനടുത്ത് നമുക്ക് ലബോറട്ടറി അറ്റൻഡൻ്റ് ആണ്. നിങ്ങൾക്ക് കാണാം LA1 എന്നാണ് അതിൻ്റെ കോഡ് വരുന്നത്. ഗ്രൂപ്പ് C ആണത്. 18 to 25 ഏജ് ലിമിറ്റ് വരുന്നത്. 7 വേക്കൻസി ഇതിലുണ്ട്. ജനറൽ ഉണ്ട്, EWS 5 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇതിൽ 10ാം ക്ലാസ് 50% മാർക്കോട് പാസ്സായിരിക്കുക പ്ലസ് എന്താണ് 1 ഇയർ എക്സ്പീരിയൻസ്, നമുക്ക് ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഗ്രാജുവേഷൻ പോലെയുള്ള ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ പറയുന്ന പോസ്റ്റിലേക്ക്, അതായത് ലബോറട്ടറി അറ്റൻഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലബോറട്ടറി അറ്റൻഡൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് 50% മാർക്കോട് പാസ്സായിരിക്കുക പ്ലസ് ഒരു വർഷത്തെ ഡ്യൂറേഷനുള്ള ഒരു എക്സ്പീരിയൻസ്, നമുക്ക് ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിനടുത്ത് ലബോറട്ടറി അറ്റൻഡൻറ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്രൂപ്പ് C എന്നാണ്. L2 വരും. ഇതിൻ്റെ പോസ്റ്റ് 15 വേക്കൻസിൻ്റെ. ജനറൽ 8, OBC 1, EWS 5, SC 1. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് 50% മാർക്കോട് പാസ്സായിരിക്കുക പ്ലസ് എന്താണ് ആനിമൽ ഫെസിലിറ്റിയിൽ നിങ്ങൾക്ക് ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക എന്നുള്ള കണ്ടീഷനാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മറ്റ് എന്താണ് ഗ്രാജുവേഷൻ ഉള്ളവർക്കൊന്നും ഇതിലേക്ക് കൊടുക്കാൻ പറ്റില്ല ഈ പറയുന്ന പോസ്റ്റിലേക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എലിജിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിലേക്ക് SC/ST OBC ഒക്കെ ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ ആയിരിക്കും. SC/STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം, പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫും ഒക്കെ അപ്ലോഡ് ചെയ്യണം. നമുക്ക് മാക്സിമം 500 KB വരെ പോകാം. മിനിമം നമുക്ക് 20 KB എങ്കിലും ഉണ്ടായിരിക്കണം ഫയൽ സൈസ്. പിന്നെ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട്. ഇത് 90 മിനിറ്റാണ്. 90 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഹൈദരാബാദിൽ പോയിട്ട് എഴുതേണ്ടി വരും കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ സ്കീം കൂടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ,
എൻ്റെ സിലബസ് വെബ്സൈറ്റിൽ അവർ ഇടുന്നു പറഞ്ഞിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ പോസ്റ്റിൽ. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് രജിസ്ട്രേഷൻ ഫീ അല്ലെങ്കിൽ എക്സാമിനേഷൻ ഫീ വരുന്നുണ്ട്. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഫീ കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ പറയുന്ന ഡിസബിലിറ്റിയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ. SC ST എക്സ് സർവീസ്മാൻ വിമൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 1000 രൂപയും പ്ലസ് എന്താണ് ട്രാൻസാക്ഷൻ ചാർജ് ഉണ്ടായിരിക്കും. ദെൻ മറ്റെല്ലാ കാൻഡിഡേറ്റ്സിനും 1200 പ്ലസ് ട്രാൻസാക്ഷൻ ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് ഫീ വരുന്നുണ്ട്. അപ്പം ആ ഫീ എമൗണ്ട് വരുന്നത് കൊണ്ട് നമുക്ക് അത് അത്യാവശ്യം ഫീ കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. നിങ്ങൾ പഠിച്ച് ഇത്തരം എക്സാമിനൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന അപേക്ഷയുടെ എണ്ണം എന്തായാലും കുറവായിരിക്കും. കാരണം ഇത്രയും അപേക്ഷ ഫീസ് ഒന്നും കൊടുത്ത് അധിക പേരും എന്ത് ചെയ്യില്ല, ഇതിലേക്ക് അപ്ലൈ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അപേക്ഷയുടെ എണ്ണം വളരെ കുറവായിരിക്കും എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവരും എന്താണ് ഇത്രയും വലിയ എമൗണ്ടൊക്കെ ഫീ ഇടാനും കാരണം കേട്ടോ. പിന്നെ അവർക്കും അതൊരു പ്രോഫിറ്റ് ആണ് എന്നുള്ളതും ഗവൺമെൻറ്റിനും നല്ലൊരു പ്രോഫിറ്റാണ് ശരിക്കും. എക്സാം എത്രമാതിരിയും നമ്മൾ ഫീ കൊടുക്കുന്നുണ്ട് എന്നുള്ളതും പാടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അതൊക്കെ ഇനി നമുക്ക് മാറുമെന്ന് അറിയില്ല. ഒക്കെ ഇങ്ങനെ എപ്പോഴും നമുക്ക് നല്ല രീതിയിൽ എക്സാം ഫീ വാങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു 1000 ആളുകൾ വാങ്ങിയാൽ തന്നെ നല്ലൊരു പൈസ അവർക്ക് കിട്ടി. ഓക്കെ, ഒന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾ ഇത്തരം എക്സാമുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കൊടുക്കുക. നമുക്ക് അത് ഒരു എന്താണ് നമുക്ക് കിട്ടും, നമുക്കതിന് പോയാൽ എഴുതാൻ പറ്റുമെന്നൊക്കെ കോൺഫിഡൻസ് ഉള്ളവർ കേട്ടോ. വെറുതെ നിങ്ങൾ ക്യാഷ് കളയും ചെയ്യരുത്. പിന്നെ ഇവിടെ പ്രത്യേകം പറയേണ്ടത്, നമുക്ക് ഇപ്പോൾ ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് റീസൺ കൊണ്ട് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ആയാലും അത് നോൺ റീഫണ്ടബിൾ ആണ്. അത് റീഫണ്ട് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒക്കെ ശരിക്കും റീഫണ്ട് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇതിൽ ഒരു വാണിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ഭാഗമായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓൺലൈനായിട്ട് കേട്ടോ. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യും, അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ നിങ്ങളുടെ ഈ ഒരു പേജിലേക്കായിരിക്കും, നമ്മുടെ ജിയോസി ചാനലിൻ്റെ ഈ പേജിലേക്കായിരിക്കും നിങ്ങൾ അങ്ങനെ താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുക. നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. താഴെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. താഴെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണ് ഇവിടെ കാണാം. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പോസ്റ്റൊക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ, ജസ്റ്റ് കോപ്പി ചെയ്തിട്ട്. ഇവിടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചേർന്ന് കൊടുക്കുക. നിങ്ങൾ ആ ക്ലിക്ക് ചേർന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ICMRൻ്റെ NIN, അതായത് ഈ പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ പോർട്ടലാണ് വന്നിരിക്കുന്നത്. എനിക്കിവിടെ കാണാം. ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ സ്റ്റെപ്പ് 1 ചെയ്യണം, രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്പ് 2 ഫിൽ അപ്ലിക്കേഷനാണ്. സ്റ്റെപ്പ് 3 പേയ്മെൻ്റ് ആണ്. ലാസ്റ്റ് നമ്മൾ പ്രിൻ്റ് എടുക്കുക. ഇത്രയും 4 സ്റ്റെപ്പാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ. അപ്പം ഈ പറയുന്ന ICMRൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്താണ് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ജോലി ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്, ജോലി കിട്ടുക എന്ന് പറയുന്നതും. അപ്പം നമ്മൾ അതിനനുസരിച്ച് തന്നെ പ്രിപ്പയർ ചെയ്തൊക്കെ പോകണം കേട്ടോ എക്സാമിന്. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, ആധാർ നമ്പർ കൊടുക്കുക, എന്നിട്ട് രജിസ്റ്റർ എന്ന് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പും നമ്മൾ അങ്ങനെ ചെയ്ത് പോയാൽ മതി. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റയിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് ആദ്യം നോക്കണം, വീഡിയോ കണ്ടിട്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആവശ്യക്കാരുണ്ട് നമ്മൾ ചെയ്യാം. കാരണം നമ്മൾ ഇത്രയും ഫീ വരുന്നതുകൊണ്ടാണ് എല്ലാവരും ഇതിലേക്ക് കൊടുത്തോളുന്നില്ല. അപ്പം കുറച്ച് ആളുകൾക്ക് വേണ്ടി നമ്മൾ ചെയ്താൽ ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം അത്യാവശ്യം ഒരു കമൻറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, കുറച്ച് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, ഒരു 10-40 ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ ചെയ്തു തരാവുന്നതാണ് കേട്ടോ. കാരണം അത്രയും ആളുകൾ ഇതിൽ ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമുള്ള ലിങ്കുകൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും. അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. താങ്ക് യു.